ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷാണ്. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഹെർബ് സോത്തെ വെജിറ്റബിളാണ് കേട്ടോ തയ്യാറാക്കണത്. അതിന് വേണ്ടിയിട്ട് അല്പം വെജിറ്റബിൾ എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് അപ്പോൾ തയ്യാറാക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ക്യാരറ്റും ബീൻസും ഒന്ന് ഹാഫ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാരറ്റും ബീൻസും ഒന്ന് ഹാഫ് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ബ്രോക്കോളിയും കൂടി ഇട്ട് കൊടുക്കാം. ബ്രോക്കോളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബോയിലായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നേരെ ഒരു സ്ട്രെയിനറിലോട്ട് സ്ട്രെയിൻ ചെയ്യാം. ഇനി നമുക്കൊരു പാൻ എടുത്തതിന് ശേഷം നമുക്കൊരല്പം ബട്ടറോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് അല്പം ചോപ്പ് ചെയ്ത ഗാർലിക്കും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗാർലിക്ക് ഒന്ന് കളറ് മാറി വരുമ്പോൾ നമുക്ക് അതിലോട്ട് ക്യാപ്സിക്കും കൂടി ഇട്ട് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള കളറുള്ള ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഗ്രീനും റെഡും മാത്രമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് യെല്ലോ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഏതെങ്കിലും ഒരു കളറുള്ള ക്യാപ്സിക്കം മാത്രം ഇട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം ഒരല്പം നേരം കൂടി സോത്തേ ചെയ്യാം കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച വെജിറ്റബിൾ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് സാൾട്ട് കൂടി ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരല്പം ഒറിഗാനോ, ഇറ്റാലിയൻ സ്പൈസസ് ആണ്, അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ നമുക്ക് ആവശ്യത്തിന് സ്പൈസിക്ക് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സും കൂടിയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരല്പം കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരല്പം ചോപ്പ് ചെയ്ത പാർസലും കൂടി ഇട്ട് കൊടുക്കുക. നമുക്ക് പാർസൽ ഇല്ലെങ്കിൽ മല്ലിയില വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഹെർബ് സോത്തെ വെജിറ്റബിൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സൈഡ് ഡിഷായിട്ടും ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നമുക്കിങ്ങനെ വെജിറ്റബിൾ മാത്രമായിട്ടും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ പുതിയ വീഡിയോ ഇട്ട് കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.